സ്പാനിഷ് ലീഗിൽ FC ബാഴ്സലോണയ്ക്ക് മികച്ച വിജയം. ഇന്ന് എവേ മത്സരത്തിൽ അലാവസിനെ നേരിട്ട ബാഴ്സലോണ ലെവൻഡോസ്കിയുടെ ഹാട്രിക് മികവിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് വിജയിച്ചു. കളി തുടങ്ങി 6-ാം മിനിറ്റിൽ പരിക്കേറ്റ് ഫെറാൻ ടോറസിനെ ബാഴ്സലോണയ്ക്ക് നഷ്ടമായി. എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ ബാഴ്സലോണ ലീഡെടുത്തു. റഫീഞ്ഞ എടുത്ത ഫ്രീ കിക്കിൽ നിന്ന് ഹെഡറിലൂടെ ലെവൻഡോസ്കി ഗോൾ നേടി. 22-ാം മിനിറ്റിൽ ബാഴ്സ ലീഡ് ഇരട്ടിയാക്കി. കൗണ്ടർ അറ്റാക്കിൽ റഫീഞ്ഞ നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ ലെവൻഡോസ്കി ഗോൾ നേടുകയായിരുന്നു. 32-ാം മിനിറ്റിൽ ലെവൻഡോസ്കി തന്റെ ഹാട്രിക് പൂർത്തിയാക്കി ബാഴ്സയുടെ വിജയം ഉറപ്പിച്ചു. ടോറസിന് പകരം കളത്തിലെത്തിയ എറിക് ഗാർഷ്യയുടെ അസിസ്റ്റിലായിരുന്നു ഗോൾ. ലെവൻഡോസ്കിയുടെ സീസണിലെ 12-ാം ഗോളായിരുന്നു ഇത്. അലാവസ് 2 തവണ പന്ത് വലയിലെത്തിച്ചെങ്കിലും ഓഫ്സൈഡ് കരിയിൽ കുടുങ്ങി. മത്സരത്തിലാകെ 11 തവണയാണ് അലാവസ് ഓഫ്സൈഡ് ട്രാപ്പിൽ കുടുങ്ങിയത്. മത്സരത്തിന് കണക്കുകളിലേക്ക് വന്നാൽ 73% ബോൾ പൊസിഷൻ ബാഴ്സലോണയ്ക്കായിരുന്നു. 14 ഷോട്ടുകളാണ് ബാഴ്സലോണ ആകെ തൊടുത്തത്. 9 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 661 പാസുകൾ. 90% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 11 ഷോട്ടുകളാണ് അലാവസ് തൊടുത്തത്. 2 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. ലീഗിലെ 9-ാം മത്സരത്തിൽ 8-ാം ജയം സ്വന്തമാക്കിയ ബാഴ്സലോണ 24 പോയിന്റുമായി ലീഗിൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. 10 പോയിന്റുള്ള അലാവസ് 12-ാം സ്ഥാനത്താണ്. ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഒക്ടോബർ 21-ന് സെവിയ്യക്കെതിരെയാണ് ബാഴ്സലോണയുടെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.